ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് 8-9 പ്രാവശ്യം ഈ റോഡ് കുഴിച്ചിട്ടുണ്ട്. ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ. ഇപ്പം മഴയാണ്, ഇനിയിപ്പം ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല, സഹിക്കുക. ഇവിടെ ഒരു ഭരണമുണ്ടോ എന്ന് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്ന ഇടതു ഭരണകൂടത്തോട് ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾ കുറേ നാളായി ചോദിക്കുന്നുണ്ട്. പക്ഷേ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കേണ്ട പ്രധാന പ്രതിപക്ഷ കക്ഷിയായ BJPയും മറ്റൊരു കക്ഷിയായ UDFും എവിടെയാണ്? പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രതിപക്ഷം ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഈ പറയുന്നത് ഇപ്പോൾ ഇരിക്കുന്ന മേലധികാരി എന്ന് പറഞ്ഞാൽ വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു മേലധികാരിയാണ്, സത്യമായിട്ടും പറയണം. കാരണം എന്ത് പണിയാണെങ്കിലും നിങ്ങൾ എവിടെ തന്നെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് എവിടെ പോയി നോക്കിയാണ് റോഡെല്ലാം ഇങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം അങ്ങനെ ഒരു പ്രതിപക്ഷം കാണാനില്ല, ആരും കാണാനില്ല. ഭരണപക്ഷത്ത് നിന്ന് വരും, ഇപ്പം ശരിയാക്കും പറയുന്നതല്ലാതെ ഒരിടത്തും എത്തിയിട്ടില്ല. ആരും സൈറ്റിൽ സന്ദർശിക്കുകയോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇപ്പം ഭരണപക്ഷവും വന്നിട്ടില്ല, പ്രതിപക്ഷവും വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. ആയിക്കടി വരുന്ന നിങ്ങളെ പോലത്തെ കുറച്ച് മീഡിയാസ് മാത്രമേ ഉള്ളൂ. ജനങ്ങളുടെ രോഷം മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തു വന്നതോടെ നഗരസഭയിലെ പ്രധാന പ്രതിപക്ഷമായ BJP അനങ്ങിയിട്ടുണ്ട്. സമരവുമായി നഗരസഭയ്ക്ക് മുന്നിലെത്തി പ്രഖ്യാപനം. ഈ വരാൻ പോകുന്ന തിങ്കളാഴ്ച മറ്റന്നാൾ മുതൽ സ്കൂൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ ഈ റോഡുകളൊക്കെ തന്നെ ഗതാഗത യോഗ്യമാക്കുവാൻ വേണ്ടി നിങ്ങൾ കുഴിച്ച കുഴികളൊക്കെ മൂടാൻ വേണ്ടി BJP മുന്നോട്ട് വരികയാണ്. ഞങ്ങൾ 2.5 വർഷം സമയം തന്നു, ഞങ്ങളുടെ ഗവൺമെന്റ് പണം തന്നു, ഞങ്ങളൊക്കെ ക്ഷമിച്ചു. ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുക, ഇവിടെ പ്രതിപക്ഷമില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇനി ഇറങ്ങാതെ പറ്റില്ല. പ്രതിപക്ഷത്തിരിക്കുന്ന BJPയും UDFും മിണ്ടാത്തത് ആരെ ഭയന്നിട്ടാണെന്ന് ജനം ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞു. കാരണം പണി മെയ് 31 തീരില്ലെന്ന് ഉറപ്പായതോടെ നഗരസഭയും സർക്കാരും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടല്ലോ. റോഡ് പണി തീർക്കേണ്ട തീയതി ജൂൺ 15 മെയ് 31 തീർക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായെന്ന് ചോദിക്കാൻ കാത്തിരിക്കുന്നവരുടെ വായടപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടും ജനങ്ങൾ നഗരസഭയിലേക്ക് അയച്ചവർക്ക് ബോധമുദിക്കാൻ വൈകുന്നതിലാണ് അവരുടെ രോഷം. ജനങ്ങൾ കഴുത്തറ്റം വെള്ളത്തിലായിട്ട് ഉണരാൻ കാത്തിരിക്കാനാണ് ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഉദ്ദേശമെങ്കിൽ ഓർമ്മ വേണം, അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.